ഏതോ ഒരു പെണ്ണിന് ഫോൺ കൊടുത്തതിന് ഇങ്ങനെ ഒരു ശിക്ഷയോ? അർച്ചനയെക്കുറിച്ച് അന്വേഷിക്കാൻ വിളിക്കുന്ന രേവതിയോട് അർച്ചനയെ തനിക്കറിയില്ലെന്ന് കള്ളം പറയുന്ന ചന്ദ്രിക. ഫോൺ വെക്കും. ഹലോ. നിന്റെ മുന്നിലിരിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലടാ. താനൊരു പെണ്ണിനെ ചതിച്ചുവെന്ന് ശ്രുതിയോട് പറയുന്ന ശബരി. ഏതടാ പെൺകുട്ടി? എന്നോടത് ചോദിക്കരുത്. അത് പറഞ്ഞ പിന്നെ ഞാനുണ്ടാവില്ല. ഇവള് പ്രസവിക്കുന്നവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. ചെവള രാഘവൻ ചന്ദ്രികയുടെ വീട്ടിൽ താമസത്തിനെത്തുന്നു. മര്യാദക്കാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. രാത്രി മഴ തുടരുന്നു. ശരിക്കും പറഞ്ഞ കാർത്തിയച്ചയ്ക്ക് പോലും അയാളെ പേടിയാ. വൃത്തികെട്ട രൂപവും അതിന് ചേർന്ന പേരും. ചന്ദ്രികേ, എടി ചന്ദ്രികേ, എടി ചന്ദ്രികേ, വാലോർക്കടി. ശാപം കിടന്നുറങ്ങിയോ? എടി ചന്ദ്രികയെ കഥ ഓർക്കാൻ. എടി പുല്ല, എനിക്കൊരു പായം തലണേ തന്നാ മതി. എടി ചന്ദ്രികേ, നിങ്ങൾ മുറിന്ന് പോ. നിന്റെ മട്ടും ഭാവം കണ്ടാ തോന്നും ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വന്നാന്ന്. എടി വീട്ടിലൊരു അതിഥി വന്നാ അയാൾക്ക് കിടക്കാൻ വേണ്ടി പായം തലണെങ്കിലും കൊടുക്കണ്ടേ? അതിനുള്ള മര്യാദയൊക്കെ നീ എന്നാ പഠിക്കുന്നേ? നീ ഇവിടെ കിടന്നും പഠിക്കല്ലേ? എന്റെ വീട്ടിൽ വന്നാൽ ഇങ്ങനെയൊന്നുമല്ല. അതിഥികളെ സൽക്കരിച്ച് തന്നെ വിടും. ആ, നീ കിടന്നോ, ഉറക്കം കളയണ്ട. ഞാനാ വരാതെ പാവരിച്ച് കിടന്നോളാം. ഇതെന്തൊരു ശിക്ഷയാണ് എന്റെ ദൈവമേ. നാശം. ശ്രുതിയുടെ വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ ടെൻഷനായത്. അവന്റെ കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു. കല്യാണ തലേ ദിവസം ഉണ്ടായ പുകല് വേറെ. എല്ലാം തരണം ചെയ്ത് അവൻ നിരഞ്ജനയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോഴും മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ശബരിയുടെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. രണ്ടു കൂട്ടരും ആലോചിച്ചുറപ്പിച്ച കല്യാണം. എന്നിട്ടും പാളിപ്പോയല്ലോ നടരാജ. ഈ ഒരു ദിവസം ഇങ്ങനെ പോയി. നാളെ വിവാഹം മാറ്റിവെച്ച വിവരം ന്യൂസ് പേപ്പറിൽ വരും. വിളിക്കുന്നവരോട് ഞാൻ എന്തു മറുപടി പറയും? ഈ അപമാനവും നാണക്കേടും മരണം വരെ പോകില്ലളിയാ. താൻ വിഷമിക്കണ്ട. അവന്റെ കല്യാണം നമ്മൾ ഉടനെ നടത്തില്ലേ? ഗീതയുടെ മൊന വച്ച വാക്കാ നെഞ്ചത്ത് കൊള്ളുന്നത്. ശബരിക്ക് കിട്ടിയത് തിരിച്ചടിയാണത്രേ. ഇയാൾ എന്തിനാ അതിനെപ്പറ്റി സംസാരിക്കുന്നേ? സത്യം നമുക്കറിയില്ലേ? എങ്കിലും കേൾക്കുമ്പോ അത് മർമ്മത്ത് കൊള്ളും. അവളുടെ സംശയങ്ങളെ കുറിച്ച് ഞാനും കേട്ടു. ഞാൻ അവളെ കുറ്റം പറയില്ല. അവനും അവളും അത് സത്യമാണെന്ന് വിശ്വസിക്കുമ്പോ തകർന്നു പോവില്ലേ? താൻ മതിയാക്ക്. ഇപ്പൊ തന്നെ ലിമിറ്റ് വിട്ടു. അളിയൻ പൊക്കോ. ഇന്നും നാളെയും ഞാൻ ഈ ഗസ്റ്റ് ഹൗസ് തന്നെ ഉണ്ടാവും. താൻ വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എനിക്ക് വയ്യ അവളുടെ പഴി കേൾക്കാൻ. അർച്ചനയുടെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞതിന്റെ ശിക്ഷയാണെന്നുള്ള പറയുമ്പോ കേട്ടു നിൽക്കുന്നത് എങ്ങനെയാളിയാ? ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും.
നിക്കടി. പിന്നെ ഈ മുറ്റമടിക്കലൊക്കെ പിള്ളേരെ കൊണ്ട് ചെയ്യിക്കണം. ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഓ ആയിക്കോട്ടെ. തെങ്ങിന്റെ മുകളിൽ നോക്കി കണ്ടു കണ്ടു. നിറയെ തേങ്ങ ഹലോ, എപ്പോഴുണ്ടോ? ഇങ്ങ് വന്നേ. ഞാനോ ആ ഇങ്ങോട്ട് വാ. എന്താന്ന് പറഞ്ഞിട്ട് വരാം. എന്താ ഇങ്ങോട്ട് വാന്നേ. ആരാന്ന് മനസ്സിലായില്ല. ആ പരിചയപ്പെടാനല്ലേ വിളിച്ചത്. ഞാൻ രാഘവൻ, ചന്ദ്രികയുടെ വല്യമ്മയുടെ മോന. ഓ, എന്റെ പേര് സുന്ദരേശൻ. ആ. ഇത് രാജൻ. നമസ്കാരം. ഇതെന്റെ വസ്തുവാ, ഒന്ന് കാണിക്കാൻ വന്നതാ. ആ. അത് പിന്നെ വിൽക്കാൻ ഉദ്ദേശമുണ്ടേ. ഓ അങ്ങനെ. ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ അത് പിന്നെ എങ്ങനെ കാണാനാ? ഞാൻ മിലിറ്ററിയിലാ. ആഹാ. സുബേദാറാ. ആ ഇപ്പോ കാശ്മീരിലാ. വൈഫിന്റെ ഡെലിവറിക്ക് വന്നതാ. അവളിവിടെ ഉണ്ട്. അപ്പൊ കുറച്ചു ദിവസം ഇവിടെ കാണുമല്ലേ? ഒരു മാസത്തെ ലീവേ ഉള്ളൂ. ഡെലിവറി നാട്ടിൽ വെച്ച് വേണമെന്ന് അവൾക്ക് ഒരേ നിർബന്ധം. ഞാൻ വിളിക്കാം. നിങ്ങൾ പരിചയപ്പെട്ടില്ലല്ലോ. ഇല്ല. ആ എടി അർച്ചനെ, അർച്ചനെ. എല്ലാ സൗകര്യമുള്ള മിലിറ്ററി ഹോസ്പിറ്റൽ ഉള്ളതാ. പിന്നെ വൈഫ് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ഇതാണ് എന്റെ ഭാര്യ. ഞങ്ങൾ ഈ നാട്ടുകാരാ. ഉം. പിന്നെ പ്രസവം നാട്ടിലാകുന്നതാ നല്ലത്. ഇവിടെ ആവുമ്പോ ബന്ധുക്കളുണ്ടല്ലോ. എനിക്ക് പിന്നെ അധികം ബന്ധുക്കളൊന്നുമില്ല. ആകെ ഉള്ളത് ചന്ദ്രികയും അവളുടെ അനിയനുമാണ്. നീ പൊയ്ക്കോ, ഇവരെ ഒന്ന് പരിചയപ്പെടുത്താൻ വിളിച്ചതാ. പിന്നെ വൈകിട്ടൊന്നിറങ്ങ്, നമുക്കൊന്ന് കൂടാം. നല്ല ഒന്നാന്തരം മിലിറ്ററി ഇരിപ്പുണ്ട്. അതിനെന്താ, സന്തോഷമുള്ള കാര്യമല്ല. പിന്നെ എനിക്കിവിടെ പരിചയക്കാരും ഇല്ല, അറിയാലോ. ഇങ്ങനെയൊക്കെ അല്ലേ സാറേ പരിചയപ്പെടുന്നത്? എന്നാ വൈകിട്ട് കാണാം. സാറിന്റെ എക്സസൈസ് നടക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓ ശരി ശരി. അയാൾ പോകാൻ വന്നതല്ലെന്ന് ഉറപ്പായി കഴിഞ്ഞു. നാണമില്ലല്ലോ അയാൾക്ക് ആൾക്കാരെ വിളിച്ചിട്ട് നിന്റെ ഭർത്താവാണെന്ന് പരിചയപ്പെടുത്താൻ. മുഖത്ത് നോക്കി ആട്ടിയിട്ട് പോലും അയാൾക്കൊരു കൂസലുമില്ല. കാർത്തു ചേച്ചി ഒന്ന് വന്നോട്ടെ. അയാളെ എന്തായാലും ഇവിടെ നിർത്തില്ല. അവള് വന്ന് എങ്ങോട്ടെങ്കിലും വിളിച്ചോണ്ട് പോട്ടെ. വേണമെങ്കിൽ അവളുടെ വീട്ടിൽ കൊണ്ടുപോയി പൊറപ്പിക്കട്ടെ. നാശം. നിന്റെ പ്രസവം കഴിയും വരെ നാട്ടിൽ നിൽക്കാന്ന് ഉദ്ദേശിച്ച അയാൾ വന്നത്. വലിയ ഭാഗം തൂക്കിയുള്ള വരവ് കണ്ടാലറിയാം. ഇനി കാർത്തിയാനിയുടെ വീട്ടിൽ ചെന്ന് നിന്നാലും അയാളൊരു തലവേദനയാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കയറി വന്നോണ്ടിരിക്കും. നാട്ടുകാരോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? ചേച്ചി നയത്തിൽ അയാളോടൊന്ന് സംസാരിച്ചു നോക്കാം. മുന്നിൽ ചെന്ന് നിൽക്കാൻ തന്നെ എനിക്ക് പേടിയാ. ഇങ്ങനെയുണ്ട് ആണുങ്ങള്. നിന്റെ ചിറ്റപ്പന് ഇത്രയ്ക്ക് മനുഷ്യപ്പറ്റില്ലാത്തവനായി പോയല്ലോ. നോക്കിക്കോ. മാമന്റെ ബാഗിൽ തോക്കുണ്ടോ? പിന്നില്ലേ. മാമ ഒരുപാട് പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ? എത്ര എണ്ണത്തിനെ? അതിന് കണക്കൊന്നുമില്ല. ഞങ്ങളെ വെടിവെച്ച് കൊല്ലൂ മാമൻ? മക്കളെ മാമൻ കൊല്ലൂ. ശത്രുക്കളല്ലേ വെടിവെക്കുന്നത്. എടി ചായ കൊണ്ടുവാടി. ഹായ് ഹായ്. ഇനിയൊരു സാധനമുണ്ട്. നല്ല മണം. ഹായ്, നല്ല മണം. നല്ല മണമുണ്ടോ? ഇതെടുത്തു. നല്ല മാമൻ. ഞങ്ങളുടെ മാമൻ ഒന്നും വാങ്ങിത്തരില്ല. അവന്റെ കയ്യിൽ എവിടെ നടി കാശ്? ദേ, ഇനി എന്ത് വേണമെങ്കിലും ഈ മാമനോട് പറഞ്ഞ മാമ വാങ്ങിച്ചു തരാം. അമ്മേ, ഇത് കണ്ടോ? സോപ്പ്, ചോക്ലേറ്റ്, സ്പ്രേ. അതൊക്കെ അങ്ങ് തിരിച്ചു കൊടുക്കണേ. മാമൻ തന്നതാ. എനിക്ക് വേണം അമ്മേ. എനിക്കും വേണം. നമുക്കതൊന്നും വേണ്ട, തിരിച്ചു കൊടുക്കാനാ പറഞ്ഞത്. ഞാൻ കൊടുക്കൂല. എടി, നീ കുട്ടികളെ എന്തിനാ വഴക്ക് പറയുന്നേ?
അവർക്ക് വേണ്ടി ഞാനിത് കൊണ്ടുവന്നേ. എന്റെ കുട്ടികൾക്ക് ഇതൊക്കെ കൊടുക്കാൻ നിങ്ങൾ ഇവരുടെ ആരാ? മാമൻ. ഓ, ഒരു മാമൻ വന്നിരിക്കുന്നു. അതെടി, അവരുടെ മാമൻ തന്നെയാ വന്നത്. എല്ലാം അവിടെ വെച്ചിട്ട് പൊടി. അമ്മേ ഇങ്ങോട്ട് എടുക്കടി. അമ്മേ കൊണ്ടു. മക്കൾ കൊണ്ടുവയ്ക്കും. ആ, ആഹാ. ദാ, ദാ, ഇത് പിടി. പറഞ്ഞനുസരിക്കില്ല. കൊണ്ടുപോ. ആ. ദേ, എന്നോടുള്ള ദേഷ്യം പിള്ളേരോട് കാണിച്ചോണ്ടല്ലോ, എന്റെ കൈയുടെ ചൂട് നീ അറിയും. എന്റെ വീട്ടിൽ കയറി വന്ന് നിങ്ങൾ എന്നെ തല്ലുവോ? തല്ലില്ല, തഴുകും. ദേ, നീ വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കല്ലേ. നിങ്ങൾ പോകാൻ നോക്ക്. എവിടെ പോകാനാണ് ഞാൻ? ഇന്നലെ ഞാനത് പറഞ്ഞല്ലേ, അർച്ചനയും കൊണ്ടേ ഞാൻ പോകൂ. നിങ്ങൾ ആരെ വേണേലും കൊണ്ടുപോയിക്കോ, എന്റെ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇരിക്കാവടി. ഇറങ്ങി പോകാനാണ് നിങ്ങളോട് പറഞ്ഞത്. ദേ, ഇനി മറുപടി പറയുന്നത് എന്റെ കൈയായിരിക്കും. പോയി കഴിക്കാൻ നിന്നോട് കറി. അവളിങ് വന്നോട്ടെ. ഏതവളാടി ചെവളെ ഇറക്കിവിടാൻ വരുന്നത്? കാർത്തിയാനിയോ? ദേ, ഇങ്ങോട്ട് നോക്കി. വേണ്ടി വന്ന അവളെ ഞാനോട് പൊറപ്പിക്കും. അർച്ചനെ, അർച്ചനെ, ആ, ഒന്നിങ്ങോട്ട് വാടി. ആ, പിടിച്ചോ. നിനക്ക് വേണ്ടി പ്രത്യേകം വാങ്ങിച്ച. വാങ്ങടി. എനിക്കിതൊന്നും വേണ്ട. ആ, അതെന്ത് പറച്ചിലാടി. നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത് വേണ്ടാന്നോ? പിടിക്ക്. അതും ഞാൻ കൈ പിടിച്ച് വെച്ച് തരണോ? പിന്നെ തിരക്കിട്ട് വന്നുകൊണ്ട് ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇവിടെ നല്ല തുണിക്കടയൊന്നും കാണില്ല. ചന്ദ്രികയുടെ പിള്ളേർക്കും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. അവൾ ഈ അഭിമാനം കാണിക്കുമെങ്കിലും കൊച്ചുങ്ങൾക്ക് നല്ല ഡ്രസ്സൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. അവളെ ഒന്ന് തൃപ്തിപ്പെടുത്തി നിർത്തണം. വലിയൊരു സഹായ അവൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. എന്നാ നീ ചെല്ല്, എനിക്കൊന്ന് കുളിക്കണം. കേട്ടപ്പോ എനിക്കിതൊരു ഷോക്കായി പോയി. സുധി ശബരിയെ കണ്ടോ? കണ്ടു. ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ? എല്ലാ ചെറുപ്പക്കാരെയും പോലെയല്ല. അതിൽ കൂടുതൽ അവൻ സ്വപ്നം കണ്ടു. സിംഗപ്പൂരിലേക്കുള്ള ഹണിമൂൺ ട്രിപ്പ് വരെ പ്ലാൻ ചെയ്തു വെച്ചതാ. അത് അവളോട് പറയുകയും ചെയ്തു. നമ്മൾ അനുപമയെ കാണുമ്പോ പോലും ഹാപ്പി ആയിരുന്നു അവള്. എന്തൊരു ആക്ടിംഗ് ആയിരുന്നു ദൈവമേ. ശബരിക്കൊപ്പം നിൽക്കുമ്പോഴുള്ള അവളുടെ ഭാവം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മനസ്സിലൊരാളിരിക്കുമ്പോൾ മറ്റൊരാളോട് ഇങ്ങനെ റൊമാൻസ് കാണിക്കാൻ എങ്ങനെ കഴിയുന്നു? അതിലല്ലേ ആ പാവം മയങ്ങിപ്പോയത്. ഇന്നേ വരെ ഒരു പെണ്ണുമായിട്ട് അഫയർ തോന്നാത്ത ആളെ ശബരി. കല്യാണം ഉറപ്പിച്ചിട്ടാ പ്രേമിക്കാൻ തുടങ്ങിയത്. അപ്പോ അതിന്റെ ഫീലിങ്സ് എന്തായിരിക്കും ഊഹിക്കാവല്ലോ. അവൾ അവനെ നന്നായിട്ട് കുരങ്ങു കളിപ്പിച്ചു. ഇതിനൊക്കെ എത്രയോ വട്ടം അവർ തമ്മിൽ പാർക്കിലും ബീച്ചിലും ഒക്കെ കണ്ടതാ. അവളെ മനസ്സിലാക്കാൻ പാവം ശബരിക്ക് കഴിയാതെ പോയി. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഇങ്ങനൊക്കെ ചെയ്യുവോ? അവർക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് വീട്ടിൽ പറയണം. വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെന്ത് വേണമെന്ന് അവൾക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ. എന്തിന് മറ്റൊരാളെ അതിലേക്ക് വലിച്ചഴക്കണം? ഗീത പറയുന്നത് അവളുടെ അഫയർ വീട്ടുകാർക്ക് അറിയാമായിരുന്നെന്നാ. അപ്പോ അവളുടെ എതിർപ്പ് മറികടന്ന് വിവാഹം ഉറപ്പിച്ചതാണല്ലേ? അതെ. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയാ അവള്. അവൾ ഇത്തരം ഒരു ഒളിച്ചുകളിക്ക് നിൽക്കണമെങ്കിൽ അതിന്റെ കാരണം എന്താ? അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയിക്കൂടായിരുന്നു. അവിടെയാണ് അവൾ മിടുക്ക് കാണിച്ചത്. ഷെയറിന്റെ കാര്യം പറഞ്ഞ അവളുടെ അച്ഛൻ അവളെ തടഞ്ഞു നിർത്തിയത്. ഇറങ്ങിപ്പോയാൽ കുടുംബത്തിൽ നിന്നൊരു ചില്ലി കാശ് പോലും കിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി.
വീട്ടുകാരങ്ങനൊരു നിലപാടെടുത്തപ്പോ അവൾ അവരെ കടത്തിവെട്ടി. കല്യാണം നിശ്ചയിച്ച് തീയതിയും കുറിച്ചപ്പോ അവളുടെ ഷെയർ വീട്ടുകാർ അവളുടെ പേരിലാക്കി. മിടുമിടുക്കി അവള്. ഇപ്പോഴല്ലേ കാര്യങ്ങൾക്കൊരു വ്യക്തത വന്നത്. വീട്ടുകാരെ ബോധ്യപ്പെടുത്താനാ ശബരിയോട് അവൾ ഈ പ്രണയനാടകം കളിച്ചത്. കയ്യിൽ സ്വത്ത് കിട്ടിയപ്പോ അവള് പോയി. ജീവിതം അവളെ പോലെ ഉള്ളവർക്കാ. എങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഭാവി അവൾ ഓർത്തില്ലല്ലോ. അവനെന്താ വേറെ പെണ്ണിനെ കിട്ടില്ലേ? സ്നേഹിച്ച പുരുഷന്റെ കൂടെ പോയി അവളുടെ ഭാഗം പിടിക്കാനാ എനിക്ക് തോന്നുന്നത്. ജീവിതം അവളെ പോലെ ഉള്ളവർക്കാ. എങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഭാവി അവൾ ഓർത്തില്ലല്ലോ. അവനെന്താ വേറെ പെണ്ണിനെ കിട്ടില്ലേ? സ്നേഹിച്ച പുരുഷന്റെ കൂടെ പോയി അവളുടെ ഭാഗം പിടിക്കാനാ എനിക്ക് തോന്നുന്നത്. അനുപമയും ശബരിയും തമ്മിലുള്ള വിവാഹം നടന്ന തകർന്നു പോകുന്നത് ശരിക്കും അവളുടെ കാമുകനല്ലേ? വീട്ടുകാർക്ക് അവൾ ശരിക്കും പണി കൊടുത്തു. അവളാ പെണ്ണ്. പിന്നെ ചില വിഡ്ഢികളുണ്ട്. അർച്ചനയെ പോലെ. സുധി അതല്ലേ പറഞ്ഞു വരുന്നേ? അതെ, അനുപമ കാണിച്ച ധൈര്യം അർച്ചനയ്ക്ക് കാണിക്കാൻ കഴിയാതെ പോയി. മോളായിട്ടത് പറയാൻ പാടില്ലായിരുന്നു. പറയണോ അമ്മേ? ഞാനത് പറയാതിരുന്നെങ്കിൽ സുധിയുടെ മനസ്സിൽ കിടന്ന് അത് വിങ്ങിയേനെ. എൻ്റെ ഒറ്റ വാക്കിലൂടെ അത് പുറത്തേക്ക് പോയില്ലേ? സുധിയുടെ നല്ല ഭാര്യയായി ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഇപ്പം അമ്മയ്ക്ക് മനസ്സിലായില്ലേ? ഓഹോ, പടം കണ്ട് രസിച്ചിരിക്കുവാണല്ലേ? ഞാൻ 7 പ്രാവശ്യം കണ്ട പടവടി. നീ ഇരിക്ക്, ഊണ് കഴിച്ചിട്ട് വാ. എഴുന്നേക്കടാ. എടാ എഴുന്നേക്കാൻ. എന്നെ വിളിച്ചിരുത്തി സൽക്കരിക്കാൻ നിന്റെ വീടാണോ ഇത്? അന്ന് നീ ഇങ്ങോട്ട് വരണമെന്ന് ചാട്ടി പിടിച്ചതേ ഇതിനാണല്ലേ? 2 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കയറി താമസിക്കാൻ നിനക്കാരാണ് അധികാരം തന്നത്? നിന്റെ അഴിഞ്ഞാട്ടമൊക്കെ അങ്ങ് കോയമ്പത്തൂര് മതി. ഇവിടെ വന്ന് വെളച്ചിലിറക്കല്ലേ. പറഞ്ഞു തീർന്നോ? ഇന്നലെ ആ നേരത്തെ എനിക്ക് വരാൻ പറ്റാത്തോണ്ടാ. ഇല്ലെങ്കിൽ നീ ഒരു രാത്രി പോലും ഈ വീട്ടിൽ കഴിയത്തില്ലായിരുന്നു. ഡാ, നീ കാർത്തിയായനെ കുറിച്ച് എന്താടാ കരുതിയത്? ഒരു പെണ്ണിനെ ഒരിടത്തുകൊണ്ട് താമസിപ്പിക്കാൻ അറിയാമെങ്കിൽ അവളെ സംരക്ഷിക്കാനും എനിക്കറിയാം. ഇന്നലെ നീ ഇവിടെ കയറി താമസിച്ചത് ഞാൻ ക്ഷമിച്ചു. നേരം കളയാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. ഞാൻ ഇറങ്ങിയില്ലെങ്കിലോ? നിന്നെ ഇറക്കി വിടാൻ എനിക്കറിയാവടാ. ഇതുപോലെ പല അവന്മാരെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാലേ നീ എന്നെ ഇറക്കി വിടറി. രാഘവ, നീ കളിക്കുന്ന ആരോടാണെന്നുള്ള ബോധം വേണം. എടി, നീ ആരായാലും എനിക്കെന്താ? ഇനി നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട. നിനക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞോ. ഞാൻ എന്റെ പെണ്ണിനെയും കൊണ്ട് പോകും. എന്നാലേ എനിക്കതൊന്ന് കാണണം. കാണാൻ നിന്റെ ദേഹത്ത് ജീവൻ ഉണ്ടായിട്ട് വേണ്ടേ? എന്റെ വഴി തടയാൻ വന്ന പള്ളക്ക് കത്തികേറ്റി മേലോട്ടൊരു പിടിപിടിക്കും ഞാൻ. ചെവള തീർക്കുന്ന അങ്ങനെയാടി. നീ നിന്ന് കുറയ്ക്കുന്ന ഞാൻ കേട്ടു നിന്നപ്പോ നീ എന്താടി കരുതിയത്? ഞാനങ്ങ് വരണ്ടു പോയെന്നോ? നീ ഏതറ്റം വരെ പോകുന്നു ഞാൻ നോക്കുമായിരുന്നു. ഇവളുടെ കാര്യത്തിൽ നിനക്കെന്ത് ഉത്തരവാദിത്വം ഉള്ളത്? നിന്റെ ആരാടി ഇവള്? ഇവളെ എനിക്ക് തരാന്ന് പറഞ്ഞതേ നീയല്ല, രായപ്പനാ, ഇവളുടെ ചിറ്റപ്പൻ. നീ അയാളെ വെട്ടിച്ചെന്ന് വെച്ച് അയാളെനിക്ക് തന്ന വാക്ക് മാറില്ല. ഇനി എന്താടി? ഞാൻ പോണ അവിടുന്ന്. പോകാവടി. പക്ഷേ എൻ്റെ കൂടെ ഇവിടെ ഉണ്ടാവും. രായപ്പൻ എനിക്ക് തരാമെന്ന് പറഞ്ഞ പെണ്ണിനെ ഞാൻ കൊണ്ടുപോയാൽ തടയാൻ നീ ആരാടി കോപ്പേ? ഇവളെ അവിടെ കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കണ്ട. പ്രസവം ഇവിടെ നടക്കട്ടെ എന്ന് കരുതിയാ ഞാനിവിടെ നിൽക്കുന്നത്. ഇനി ഞാനിവിടെ നിൽക്കാൻ പാടില്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേക്കാം. അല്ലടി അർച്ചനെ? രാഘവനൊന്ന് വന്നു. എന്തിനാ? പറയാനുള്ളത് ഇവിടെ വെച്ച് പറ.
എന്റെ പെണ്ണത് കേട്ടെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. നീ ഒന്ന് വാ. നീ വിഷമിക്കണ്ട, ഞാനിപ്പോ ശരിയാക്കാം. നീ എന്നെ പറഞ്ഞു വിടാനാണ് വന്നതെങ്കിൽ അത് നടക്കില്ല. ഞാനൊന്ന് മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാ വന്നത്. എന്തിനാ രാഘവ നീ ഇങ്ങനെ ഇവിടെ വന്ന് കാവല് കിടക്കുന്നത്? നിനക്കെന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? അതേടി, അത് തന്നെയാ കാരണം. എനിക്ക് നിന്നേന്നല്ല ആരെയും വിശ്വാസമില്ല. 10 കാശ് കൂടുതൽ കിട്ടിയ തരാതരം പോലെ മറുകണ്ഠം ചാടുന്നവളാ നീ. രായപ്പനെ നീ മലർത്തിയടിച്ച എനിക്കറിയാവടി. അത് പിന്നെ അയാളെ ചെറ്റത്തരം കാണിച്ചിട്ടില്ലയോ? അവളെ ഞാൻ ഒരുപാട് മോഹിച്ചാടി. അവള് കൈവിട്ടു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എന്റെ കയ്യിൽ നിന്ന് അവൾ എങ്ങും പോവില്ല. നിന്റെ കയ്യിൽ നിന്ന് അവൾ പോവില്ല, പക്ഷേ എന്റെ കയ്യിലോട്ട് അവൾ വരുമെന്ന് എന്ത് ഉറപ്പാടി ഉള്ളത്? അതിനെനിക്ക് ഓരോ ഉറപ്പുമില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, വല്ല ലോഡ്ജിലും പോയി മുറിയെടുത്ത് താമസിക്കും. 2 പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ നീ നിൽക്കുന്നത് ശരിയല്ല. മാത്രമല്ല ഇവിടെ സൗകര്യവും കുറവാണ്. ഈ സൗകര്യമൊക്കെ മതിയടി എനിക്ക്. ലോഡ്ജി മുറിയെടുത്ത് കിടക്കാനാണെങ്കിൽ പിന്നെ ഞാനെന്തിന് ഇങ്ങോട്ട് വരണം? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല രാഘവ. സ്ത്രീകൾ മാത്രമുള്ള വീടല്ലേ. നീ അതിനെ ഓർമ്മിപ്പിക്കൊന്നും വേണ്ട. ഞാൻ അവരെ കയറി പിടിക്കാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ അർച്ചന ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യാനടി? അതല്ല രാഘവ, നീ ഇവിടെ നിൽക്കുന്നത് ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല. എങ്കിൽ അർച്ചന എനിക്ക് വിട്ടുകാടി. ഞാൻ അവളെ കൊണ്ട് പേരെടുപ്പിച്ചോളാം. അവളെ നോക്കാൻ എൻ്റെ കയ്യിൽ പെണ്ണുങ്ങളുണ്ടടി. പെറ്റിട്ട് കൊച്ചിനെ നീ വന്ന് കൊണ്ടുവയ്ക്കോ. രാഘവ നീ നടക്കുന്ന കാര്യം വല്ലതും പറ. നീ പറയുന്നത് നടക്കാത്ത കാര്യം. അപ്പൊ നീ പോവില്ല? അർച്ചനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ കൂടെ അവളും ഉണ്ടായിരിക്കും.